Hi viewers, Namaskaram and good morning to all. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന കുക്കറി ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഓണം ആശംസകൾ എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ 6-ാം തീയതിയാണെന്ന് തോന്നുന്നു, അത്തമാണ്, അത്തപ്പത്ത് ഓണം എന്നല്ലേ പറയുക. 15-ാം തീയതി ഞായറാഴ്ച തിരുവോണമാണ്. അപ്പോൾ രണ്ട് വിഭവം നമ്മൾ ഇതുവരെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഇന്ന് നമ്മൾ ശരിയായ ഒരു ഓണവിഭവം തന്നെ നമ്മളിന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഓണത്തപ്പ കുടവേറ ഓണക്കറി എന്തെല്ലാം, ചേനത്തണ്ടും ചെറുപയറും നല്ല ആനത്തലയൻ പപ്പടവും എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇപ്പോൾ ആനത്തലയൻ പപ്പടം ഇപ്പോൾ കിട്ടാനില്ല, പക്ഷെ ചേനത്തണ്ട് കിട്ടാനുണ്ട്, ചെറുപയറും. ചേനത്തണ്ടിൻ്റെ ഒരു കഷ്ണമാണിതാ എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അല്പം സൂക്ഷിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഗ്ലൗസ് ഇടാതെ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്തത്. അപ്പോൾ കയ്യിലെല്ലാം ചൊറിച്ചിൽ വന്നു. അപ്പോൾ നമ്മുടെ മരുന്നില്ല, നമ്മുടെ കലാമിൻ ലോഷൻ തേച്ചപ്പോഴാണ് അത് പോയത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പുളിവെള്ളത്തിലിട്ടതിന് ശേഷം ഇതിന് തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഒന്നേ ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിതിൻ്റെ തൊലി കളയണം, മുറിക്കണം, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ അത് സൂക്ഷിക്കുക. നമ്മുടെ ചേനത്തണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്, നമ്മൾ സമയലാഭത്തിന് വേണ്ടി വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത് അരയ്ക്കാൻ വേണ്ടി തേങ്ങ, 1 കപ്പ് തേങ്ങയുണ്ട്, ചെറുടിയതുണ്ട്. പിന്നെ നമ്മൾ ജീരകമുണ്ട്, ചെറിയ ഉള്ളി, ഒരു 4-5 ക്ലോസ് വെളുത്തുള്ളി, പിന്നെ ഉണ്ടമുളകാണ് ഒരു 4 ഉണ്ടമുളക്, പിന്നെ കടുക് വറുക്കാൻ വേണ്ടി കടുകുണ്ട്, നമ്മുടെ ഉഴുന്ന് പരിപ്പുണ്ട്, പിന്നെ ഉണക്കമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. ആദ്യമായി നമുക്ക് ഇത് കൈകൊണ്ട് കൊത്തി അരിഞ്ഞ് കഴിഞ്ഞാലും മതി കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് കൊത്തി അരിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഇവിടെ ചോപ്പറുള്ളവർ ചോപ്പറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതായി കിട്ടും. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലിട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 2 കപ്പ് വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് കത്തിക്കാം. പാനൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിടാം. നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അടുത്ത് ഉണക്കമുളക് ചേർക്കാം. ഒരു 4 ഉണക്കമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇടാം. ഉണക്കമുളക്, കറിവേപ്പില, ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ചേനത്തണ്ട് അരിഞ്ഞതാണ്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. കൂടാതെ ഉപ്പും ചേർക്കാനുണ്ട്. ഉപ്പ് കുറച്ച് മതി. നമ്മൾ ചെറുപയർ പരിപ്പിലും ഉപ്പുണ്ട്. പിന്നെ നമ്മുടെ ചെറുപയർ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വിസിലടിച്ച് കഴിയുമ്പോൾ സിമ്മറിലിട്ട് 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ കറക്റ്റ് വേവായി. ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താൽ മതി. ഇതിനി 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാം. ചേനത്തിൽ നിന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. നന്നായിട്ട് വേവട്ടെ. നമ്മൾ ചേനത്തണ്ട് അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്, അത് വെന്തോട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇവിടെ കുറച്ച് അരയ്ക്കാൻ
കുറച്ച് തേങ്ങയും മറ്റു മസാലകൾ അരയ്ക്കാനുണ്ട്. 1 ടീസ്പൂൺ ജീരകം നമ്മൾ ചേർക്കണം. അത് കഴിഞ്ഞ് ഒരു 4-5 ചെറിയ ഉള്ളി, പിന്നെ ഒരു 5-6 ക്ലോസ് വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഉണ്ടമുളകാണ്. ഞാൻ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. വലിയ മുളകാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി നമുക്ക് തേങ്ങ ചേർക്കാനുണ്ട്. ചേനത്തിൻ്റെ ഒരു പകുതി വേവായിട്ടുണ്ട്. നമുക്ക് അരച്ചു വെച്ച ഈ അരപ്പ് അതിൽ ചേർക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ, വെള്ളം ചേർക്കാതെ അരയില്ല. ഇവിടെ അരപ്പ് മുഴുവൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ വേവട്ടെ. അരപ്പിൽ കിടന്നിട്ട് നമ്മുടെ ചേന കഷ്ണങ്ങൾ വേവണം. നമുക്ക് ഉപ്പൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടെ വേണം. നമ്മുടെ കറി വെന്തുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ ഈ ഉഴുന്ന് ചെറുപയർ ഞാനിപ്പോൾ നേരത്തെ വേവിച്ചിട്ട് വെച്ചത് ഒരു കാരണം കൊണ്ട്, നമ്മളിപ്പോൾ ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാലക്കൂട്ടിൻ്റെ അകത്ത് തന്നെ ചെറുപയറിട്ട് വേവിച്ചാൽ മതി. പക്ഷെ അത് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ട് നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ചിട്ട് വെച്ചത്. ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചെറുപയർ ഇതിലേക്ക് മിക്സ് ചെയ്യും. നമ്മുടെ ചേനത്തിൻ്റെ കറി ഏകദേശം ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സിമ്മറിലിട്ടു. ഇനി നമുക്കിതിൽ നമ്മുടെ ചെറുപയർ വേവിച്ചത് ചേർക്കാം. അത് ചേർത്ത് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ കറി കംപ്ലീറ്റ് ആവുകയാണ്. ഇത് കുക്കറിൽ വിസിൽ വന്നതിന് ശേഷം സിമ്മറിലിട്ട് 10 മിനിറ്റ് വേവിച്ചതാണിത്. നമ്മുടെ ചേനത്തിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ ആയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ 3ാമത്തെ ഓണം വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചേനത്തണ്ടും ചെറുപയറും, നല്ല ആനത്തലയിനില്ല, ഒരു പപ്പടം മാത്രം. പപ്പടം ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ആനത്തലയും കിട്ടാനില്ലാത്തതെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഘോഷത്തിലെ ഓണസദ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. പുരാതന കാലം മുതലേ ഉള്ളതാണ്. നമ്മുടെ സാമ്പാർ, അവിയൽ, അല്ലെങ്കിൽ കൂട്ടുകറി, എരിശ്ശേരി, ഇതിൻ്റെയൊക്കെ ഒപ്പം സാധാരണ അധികം ഉണ്ടാക്കാറില്ല, എങ്കിലും അതിൻ്റെയൊക്കെ ഒപ്പം നിൽക്കുന്ന വളരെ പഴയ ഒരു കറിക്കൂട്ടാണിത്. അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ചേനത്തണ്ട് ഇപ്പോൾ എല്ലായിടത്തും കിട്ടാനുണ്ട്. ചേന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു തണ്ട് മുറിച്ചെടുത്തുകൊണ്ട് ചേനയ്ക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ ഓണത്തിനൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ വിഭവങ്ങൾ എല്ലാം ഒന്ന് പരീക്ഷിച്ചിട്ട്, അപ്പം നമ്മുടെ ഇന്ന് ഈ വിഭവം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളോട് വിട പറയാൻ സമയമായി. അപ്പോൾ ഓണത്തിൻ്റെ 3ാമത്തെ വിഭവം കൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാണുക, ഇത് ഉണ്ടാക്കി കഴിക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ വിവരണങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. അത് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും വിട ചൊല്ലുന്നു. ഗുഡ് ബൈ.